വേണ്ട. ഗൗതം, മോള മോട്ടി എവിടായിരുന്നു സർവീസ്? സർവീസിന്റെ കൂടുതൽ ഭാഗവും ലഡാക്കിലായിരുന്നു. മാധവൻ എന്നൊരു പട്ടാളക്കാരനെ അറിയൂ? മാധവൻ മോന്റെ ആരാ? എന്റെ ആരുമല്ല. ബോർഡർ പോലീസ് എപ്പോഴും അരിച്ചു പെറുക്കുന്ന ഒരു സ്ഥലമായത്. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശല്യമാവില്ല. ഗൗതമിന് മറ്റൊരിടമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്, ഒളിവിൽ കഴിയാൻ. ഒളിച്ചിരുന്ന് കാലം തീർക്കാനല്ല ഗൗതം രക്ഷപ്പെട്ടത്. ഫേസ് ടു ഫേസ്, ഐ ഫോർ എൻ ഐ, ബ്ലഡ് ഫോർ ബ്ലഡ്. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ അവന്റെയൊക്കെ ഒടുക്കത്തിനുള്ളതാ. ഗൗതം, കരുത്തിന്റെ ബിലോ ആവറേജിൽ നിന്ന് ലോകത്തെ നോക്കി പരങ്ങുന്ന ഈ കളവന്റെ വാക്കുകൾക്ക് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് വലിയ വിലയൊന്നും കാണില്ല, എനിക്കറിയാം. എങ്കിലും നിങ്ങളെക്കാളേറെ മഞ്ഞു പെയ്യുന്നത് കണ്ടവനാ ഞാൻ. നമുക്കിപ്പോ വേണ്ടത് ആരുടെയും കണ്ണിൽപ്പെടാത്തൊരു ഷെൽട്ടറാണ്. പിന്നെ നിങ്ങൾ തേടുന്ന നോർത്ത് ഈസ്റ്റേൺ ടെറിട്ടറിയിലെ രാജാവിനെ ഒറ്റ ദിവസം കൊണ്ട് വീഴ്ത്താവുന്ന ഒരു വിദ്യയും നമ്മുടെ കയ്യിലില്ല. വിൻസെന്റ് സാബിന്റെ തലയറുക്കാൻ കൂട്ടുനിന്നതിന് എത്ര തന്നു പ്രിൻസ് നിനക്ക്? പറയടി. കോടതിയിൽ നീ എനിക്കെതിരെ വിളിച്ചു കൂവിയ ഓരോ കള്ളമൊഴികൾക്കും അളന്ന് തൂക്കി നീ വാങ്ങിക്കൂട്ടിയ ടീ എസ്റ്റേറ്റുകളും ഡൽഹിയിലെ ഫ്ളാറ്റുകളുടെ കണക്കുകളും ഗൗതം അറിയില്ലെന്ന് കരുതി അല്ലേ? ഇങ്ങോട്ട് തന്നതെല്ലാം 1000 നന്ദിയോടെ ഗൗതം അങ്ങോട്ട് തിരിച്ചു തരുന്നു. അതാണ് ശീലം. വേണ്ടെന്ന് പറയരുത്. 2 കൈയും നീട്ടി സ്വീകരിക്കണം ഷീല മേം സാബ്. ചെൽമി, വിൻസെന്റ് സാബിനെ കൊന്നതാര്? സൽമാനോ അമലേന്ദു എവിടെ? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്ന് മഞ്ഞിൽ താഴ്ത്തുന്നെ. കൊലമരത്തിന് ഒരടി താഴെ നിൽക്കുന്നവന്റെ മനസ്സിലില്ലാത്തത് മനുഷ്യത്വം മാത്രമാണ്. ഞാൻ നിന്നെ ഇന്ന് അറിയിക്കാൻ പോകുന്നതും അത് തന്നെ. ചതി ഉടലിൽ മാത്രമല്ല, മനസ്സിലും സർപ്പ സൗന്ദര്യം കൂടിപ്പോയവളോട് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പെരുമാറണം? ഞാൻ നിന്നെ നെഗറ്റീവ് ആംഗിളിലൂടെ നോക്കി പ്രാപിക്കാൻ വന്നു. കാമം കൊണ്ട് സമനില തെറ്റിയ ഞാൻ നിന്റെ വിഭ്രമിപ്പിക്കുന്ന സൗന്ദര്യത്തിന് മുകളിൽ തീ കോരിയിട്ടു. ലഹരി മൂത്തപ്പോൾ സീമന്തരേഖയിലെ സിന്ദൂരം ചുണ്ടുകൾ കൊണ്ട് ബലാത്കാരമായി തുടച്ചെടുത്തു. ഒരു സ്റ്റഡ്ബുള്ളിന്റെ കരുത്തോടെ നിന്നെ ഞാൻ കീഴടക്കി. അല്ലടി തൊടാൻ അറയ്ക്കുന്ന ഒരു രൂപത്തിലും ഗൗതം തൊടില്ല, തൊട്ടിട്ടുമില്ല. അറയ്ക്കുന്ന നിന്റെ പൂമേനിയുടെ ശുദ്ധി ഞാൻ അറിയുന്നതിന് പകരം മരം കോച്ചുന്ന ഈ തണുപ്പത്ത് ഇവൻ ഈ വിത്തുകാളെ അറിയും. ലഖൻ, യേ രഹാ തേരാ ശിക്കാർ, ഏഷ് കരോ. ഇത് അവള് സുഹിക്കാൻ സ്റ്റീഫന്റെ കിടപ്പറയിലേക്ക് പറഞ്ഞു തന്ന ആകാശ ടിക്കറ്റുകളാണ്. പാറ്റൺ ഹൗസിന്റെ ഇരുട്ടറയിലേക്ക് ആദ്യം കടന്നു വരുന്നവൻ സ്റ്റീഫൻ ആയിരിക്കണം. പ്രിൻസിന്റെ വലം കൈ. ആ വലം കൈ പ്രിൻസിന് ഇനി ഒരു അധിക പറ്റാം. വെട്ടിയെടുത്താൽ വേദനിക്കണം പ്രിൻസിന്. കൊന്നിട്ടില്ല.
ഒരുപക്ഷെ അവളെല്ലാം തുറന്നു പറഞ്ഞു കാണില്ലേ? മിസ്റ്റർ സ്റ്റീഫൻ, അപ്സെറ്റ് ആകണ്ട. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് പകച്ചു നിന്നാൽ പോലും ഷീല നമ്പ്യാർ സ്വയം മറക്കില്ല. അവൾ ഒന്നും പറഞ്ഞിട്ടില്ല, പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നാലും മനുഷ്യനല്ലേ? ശരീരം നൊന്താൽ മനസ്സ് തുറന്നു കാട്ടുന്ന ഒരു ജാതിയെയും ഈ പ്രിൻസ് കൂടെ ചേർക്കാറില്ല. സ്റ്റീഫൻ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? ആ, എനിക്കിപ്പോ ആ നായരും തന്റെ ചേട്ടനും വിശ്വാസമില്ലടോ. ഡൽഹിയാ സേഫ്. എന്റെ ജീവൻ കാക്കാൻ എനിക്കറിയാം. ഊതി വീർപ്പിച്ചൊരു ബലൂണിന്റെ പുറത്ത് വാഴാൻ ഇനി എന്നെ കിട്ടില്ല. പ്രിൻസ്, എനിക്കിങ്ങനെ പാതി ജീവനായിട്ട് ജീവിക്കാൻ വയ്യ പ്രിൻസ്. രക്ഷപ്പെടുകയല്ല. ഇത് സ്റ്റീഫന്റെ ഒളിച്ചോട്ടവുമല്ല. ഇന്നും ഇന്നലെയും ഞാൻ നിങ്ങളുടെ നല്ല ഫ്രണ്ടായിരുന്നു. നാളെയോ അങ്ങനെ തന്നെ ആയിരിക്കും. ബിലീവ് മീ. ഇനിയും കണ്ട് കൊതി തീരാത്ത ഒരു പകൽക്കിനാവ് മാത്രമാണ് അവന് ഡൽഹി. ഓടി ഓടി അവൻ എവിടെ വരെ എത്തുമെന്ന് നമുക്കറിയാം. സ്റ്റീഫൻ ഇനിയും ഡൽഹിയിൽ എത്തിയിട്ടില്ല, എത്തില്ല. എനിക്കറിയാം. ഒടുക്കം അവന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ചെന്നെത്തിപ്പെടുക. നാളെ എവിടെയെങ്കിലും കാണാം അവന്റെ ശവം. മാർട്ടിൻ, നീ ആ പെണ്ണെ തുറന്നുവിട്. അമലേന്ദുവിനെ
അവൾ ഓടി ഓടിച്ചെന്നെത്തുന്നിടത്ത് അവനുണ്ടാവും. ഗൗതം, മോട്ടി 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 മേജർ, ഇനിയെങ്കിലും സത്യങ്ങളെല്ലാം ഗൗതമിനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്? വേണ്ട, ഞാൻ അവന്റെ അച്ഛനാണെന്ന് പറയാനുള്ള സമയമല്ല ഇത്. അവന്റെ മനസ്സിലിപ്പോ എന്റെ മോളെ, അവളെ കൊന്നവരോടുള്ള പ്രതികാരമാ. ആ തീ കെടാൻ പാടില്ല ചാർലി. ജനിച്ചതുകൊണ്ടും ജനിപ്പിച്ചതുകൊണ്ടും മകനും അച്ഛനും ആവില്ലല്ലോ. ഒളിവ് കാലത്തിനിടയിൽ ഒരിടത്താവളത്തിൽ ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും അറിയണമെന്നില്ല. വി ആർ സ്ട്രേഞ്ചേഴ്സ്, മോനെ. അബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സ്. ഗൗതം, നീയും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? അല്ല ഗൗതം, ഒരിക്കലുമല്ല. അച്ഛന് മകനെയും മകൻ അച്ഛനെയും പരസ്പരം മനസ്സിലാക്കി തരാൻ ഞാനാണല്ല. എങ്കിലും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതമിനോട് പറയാൻ ഞാൻ പലതവണ ശ്രമിച്ചിരുന്നു, ജയിലിൽ വെച്ച് പോലും. ജോലിയില്ലാതെ അലഞ്ഞു നടന്ന മാധവൻ എന്ന ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് പട്ടാളത്തിൽ ചേർത്ത ഒരു ബ്രിഗേഡിയർ. അയാൾ എന്നും തന്റെ ഗാർഡിയനായിരിക്കുമെന്ന് ഗൗതമിന്റെ അച്ഛൻ വിശ്വസിച്ചുപോയി. ആ ബ്രിഗേഡിയർ പലരെയും ഏൽപ്പിക്കാൻ പറയുന്ന ഫയൽ കേസുകൾ എന്താണെന്ന് അറിയാൻ മേജർ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. ബ്രിഗേഡിയർ തന്നെ ഒരു സ്പൈ ആക്കി മാറ്റിയ വിവരം മേജർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോൾ അല്ലെന്ന് പറഞ്ഞൊഴിയാൻ ആ മനുഷ്യന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലായിരുന്നു. തനിക്ക് പകരം തന്റെ ഭാര്യയും കുട്ടികളെയും വേട്ടയാടുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. ഇനി ദുഷ്ടനെന്ന് പറഞ്ഞ് ശപിക്കുന്നതിന് പകരം നല്ലവനെന്ന് കരുതി നമിക്കുന്നത് കൊണ്ട് മകന് ഗുരുത്വമേ ഉണ്ടാവും. അച്ഛാ, ഞാൻ കാരണം ഒരുപാട് സഹിച്ചു അല്ലേ? മക്കൾ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് വയ്ക്കൂ. ഗൗതം, നിങ്ങൾ അകത്ത് പോ. അകത്ത് പോ. ആരും സംശയിക്കാത്ത ഈ ടിബറ്റൻ ബോർഡറിൽ നിന്നെ തുറന്നുവിട്ടത് ഇതിനായിരുന്നടി. ഇപ്പൊ ഈ കാട്ടിലിറങ്ങും ബോർഡർ പോലീസ്, ആരും രക്ഷപ്പെടില്ല. ഭയ്യ, ഞാനാണ് മാർട്ടിൻ. അവന്റെ ഷെൽട്ടർ ഞാൻ കണ്ടുപിടിച്ചു. വേഗം വയ്ക്കൂ. തരില്ല. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയടാ.
പറയാൻ. സൽമാൻ എവിടെ? പ്രായത്തിന് പറ്റിയ ആവേശമേ കാണിക്കാവൂ. നിന്നെ നോക്കി വെച്ചതാണ് പണ്ടേ ഞാൻ. മരണം ചോദിച്ചു വാങ്ങി മെടുക്കനില്ലേ നീ? ഒന്നിനും ഐ വിറ്റ്നസ് ഉണ്ടാവരുതെന്ന് പ്രിൻസിന് വളരെ നിർബന്ധമുണ്ട്. വിൻസെന്റ് സാബ്, ടിബറ്റൻ മോഡല് ബഹർ ഹവേലി